ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന, ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു തകർത്തവിടെ കപ്പ നടണമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ദേവസ്വം ബോർഡിൽ ഇരുന്നുകൊണ്ട് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന ഈ നടപടി ഞങ്ങൾ അനുവദിക്കില്ല. ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്ന അതിന്റെ AC വിളിച്ചോ, ഇവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസറെ വിളിച്ചോ? ഒരു ഹിന്ദു സംഘടനയും അതിൽ പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറല്ല. മറിച്ച് പണക്കൊലി മൂത്ത് എങ്ങനെയും പണമുണ്ടാക്കണം, അതിന് ഹിന്ദുവിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യണം, അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇത് ദേവസ്വം ബോർഡിന്റെ അധികൃതർ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇത് തിരുത്തേണ്ടതാണ്. ഇനി മേലിൽ ആവർത്തിക്കാൻ പാടില്ല. നമ്മളൊക്കെ തിരുവോണം ആഘോഷിക്കുന്നത് ഉത്തരാടത്തിനാണോ? നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് തിരുവോണ ദിവസമാണ്. കർക്കിടക വാവുബലി കുളിക്കേണ്ടതും ശ്രാദ്ധം നടത്തേണ്ടതും വാവുബലി ദിവസമാണ്. ദേവസ്വം ബോർഡിന്റെ പന്തലുകളിൽ തലേന്ന് രാത്രി 10 മണി മുതൽ ശ്രാദ്ധകർമ്മം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് തെറ്റല്ലേ? ഹിന്ദു സമൂഹത്തിന് തെറ്റായ ഒരു വീക്ഷണം കൊടുക്കുകയല്ലേ? അവന്റെ ആചാരത്തെ തകിടം മറിക്കുകയല്ലേ? വാവിന് വാവിന്റേതായ ശാസ്ത്രീയതയുണ്ട്. ആ ദിവസത്തിന്റേതായ പ്രത്യേകതയുണ്ട്. ദേവസ്വം ബോർഡ് അട്ടിമറിക്കുകയാണ്. എന്താ കാരണം? അമ്മയ്ക്ക് പിണ്ടം വയ്ക്കണമെന്ന് പറഞ്ഞ പാർട്ടിയുടെ ആളുകളാണ് ഈ ദേവസ്വം ബോർഡിലുള്ളത്. നിന്റെ അമ്മ മരിച്ചു പോയാൽ അവര് പിണ്ടം വയ്ക്കരുത്, അവർക്ക് പിണ്ടം വയ്ക്കരുത്. നീ ഒരു വീട് വെച്ചാൽ അത് പാല് വെച്ചരുത്, അവിടെ ഗണപതി ഹോമം നടത്തരുത്. ഹിന്ദുവിന്റെ ആചാരങ്ങളൊന്നും നടത്തരുതെന്ന് നിഷ്കർഷിക്കുന്ന, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന, ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു തകർത്തവിടെ കപ്പ നടണമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ദേവസ്വം ബോർഡിൽ ഇരുന്നുകൊണ്ട് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന ഈ നടപടി ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നലെ അവിടെ ബലിതർപ്പണം നടത്താൻ കവിസ് കൊടുത്തില്ല, എള്ളു കൊടുത്തില്ല, പുഷ്പം കൊടുത്തില്ല, ഭസ്മം കൊടുത്തില്ല. മഴവെള്ളം ബക്കറ്റിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് തീർത്ഥമായി കൊടുത്തു. ഇത്ര നെറികെട്ട, ഇത്ര നാണം കെട്ട, ഇത്രയും അധാർമികമായ നടപടി നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാരാണെന്ന് വെച്ചാൽ തെരഞ്ഞുപിടിച്ച് നടപടി സ്വീകരിക്കുക. നീ രണ്ടാമത് ഇവിടുത്തെ AC ചോദിക്കാനുള്ളത്, ജില്ലാ കളക്ടറോട് ചോദിക്കാനുള്ളത്, 50,000-ന് മേളിൽ ഭക്തജനങ്ങൾ തിങ്ങി വരുന്ന ഒരു സ്ഥലത്ത് എന്ത് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ റോഡിന്റെ നടുക്കൂടെ ഒരു റോപ്പ് കെട്ടി വഹിച്ചാൽ വേറെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഒന്നും ചെയ്തിട്ടില്ല. കോർപ്പറേഷനോട് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ 10,000 തിങ്ങി വരുന്ന ഒരു സ്ഥലത്തെ റോഡ് വികസനത്തിന് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ദേവസ്വം ബോർഡിന്റെ 2 പന്തലുണ്ടാക്കി. ആ 2 പന്തലിൽ ഈ 50,000-ന് മേലിൽ വരുന്ന ആൾക്കാരോട് ഉൾക്കൊള്ളാൻ പറ്റുമോ? അവരെ സഹായിക്കാൻ, അവർക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ എത്ര ജീവനക്കാരെ സംഘടിപ്പിച്ചു? എത്രമാത്രം സാധനങ്ങൾ നിങ്ങൾ കരുതി? ഈ കുറവുകളൊക്കെ ഇവിടുത്തെ ഭക്തർ അന്നരം ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇന്നലെ ആ സന്ദർഭത്തിൽ അവിടെ വന്നിരുന്നുവെങ്കിൽ ഹിന്ദു സംഘടനകൾ അലങ്കോലം ഉണ്ടാക്കാൻ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞേനെ, വാർത്ത വന്നേനെ. ഞങ്ങൾ സഹിച്ചത് വിഷമം കൊണ്ട് ഓരോ ഹിന്ദുവും ശ്രാദ്ധം നടത്താതെ തിരിച്ചു പോയിട്ടുണ്ട്. 100 രൂപ കൂപ്പൺ മേടിച്ചിട്ട് ഈ സാധനങ്ങൾ കൊടുക്കാതെ മണിക്കൂറുകളോളം മഴയത്ത് നിർത്തിയ ദേവസ്വം ബോർഡിന്റെ നടപടി അപലപനീയമാണ്. ഇത് ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾ കാണിക്കുകയുള്ളൂ. ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് ഞങ്ങൾക്ക് പൊറുക്കാൻ സാധിക്കുകയില്ല. ഇന്നലത്തെ ഒരു ദിവസം തിരുമുല്ലാവാരത്ത് എത്തിച്ചേർന്ന
പറയപ്പെടുന്ന ശ്രാദ്ധം നടത്താൻ എത്തിച്ചേർന്ന ഒരു ഭക്തന്റെ മനസ്സിൽ നിന്നും ഇത് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, സത്വര നടപടി നാളെയെങ്കിൽ നാളെ ഞങ്ങൾക്കറിയണം. അങ്ങനെ നടത്തിയില്ലെങ്കിൽ തിരുമുല്ലാവാരം ക്ഷേത്രമല്ല, ഈ എസിയുടെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും ഹിന്ദു ഐക്യവേദിയുടെ സമരഭടന്മാർ അതാത് പ്രദേശത്തെ ഹൈന്ദവ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി നിങ്ങളുടെ ഈ രസീത് മുറിക്കലുണ്ടല്ലോ, അതൊക്കെ തടയും. ഒരു വഞ്ചിയും നിങ്ങൾ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഓരോ ക്ഷേത്രത്തിലെയും വിഷയങ്ങളുണ്ട്. അതൊന്നും എണ്ണി ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഒരേ ഒരു വിഷയമാണ്, തിരുമുല്ലാവാരം വിഷയം. അത് പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഈ എസിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിഷേധം ഇരമ്പും. അതിനുള്ള സാഹചര്യം ഒരുക്കാതെ ഞങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ച കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനാ നേതൃത്വത്തെ വിളിച്ചു നിർത്തി അടുത്ത വർഷമെങ്കിലും അവിടെ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു മുന്നൊരുക്കം നടത്താൻ തയ്യാറാവണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം അവിടെ ശ്രാദ്ധം നടത്താൻ നിങ്ങളാരും ഞങ്ങളെ പഠിപ്പിക്കണ്ട. 10,000 അല്ല ലക്ഷങ്ങൾ വന്നാലും ശരി, വളരെ കൃത്യതയോടുകൂടി എന്താണോ ശ്രാദ്ധത്തിന് വേണ്ടത്, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഹിന്ദു സംഘടനകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ അവിടുത്തെ നടപടിയും. അപ്പൊ പണക്കൊതി, ഹൈന്ദവ സംഘടനകൾ എന്തോ പണം കൊയ്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ ഈ പണമെല്ലാം ഇങ്ങനെ കൈക്കലാക്കാം എന്നുള്ള വ്യാമോഹമാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇത്തരത്തിലുള്ള അധാർമികമായ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇത് തെറ്റാണ്, ഇത് തിരുത്തേണ്ടതാണ്. ഇന്നലെ സംഭവിച്ചിട്ടുള്ള ഏത് കുറ്റങ്ങളായാലും ശരി, അത് ഇന്നലത്തെ തിരുമുല്ലാവാരം ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്ക് ബലിയിടാതെ പോകേണ്ടി വന്നു. എന്താണ് ഇനിയുള്ള അതിന് പരിഹാരമായിട്ട് പ്രതിഷേധ പരിപാടികൾ എന്തൊക്കെയാണ്? വളരെ മോശപ്പെട്ട ഒരു നിലവാരത്തിലാണ് ഈ കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരത്ത് വർഷങ്ങളായിട്ട് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ഹനിക്കുന്ന തരത്തിൽ പിതൃക്കൾക്ക് ഈ പറയപ്പെടുന്ന വർഷത്തിലൊരിക്കൽ വന്ന് അവിടെ വന്ന് തനിക്ക് നഷ്ടപ്പെട്ട അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ബലിതർപ്പണത്തിന് വരുന്ന ആ സംവിധാനത്തിൽ ഒരു മുന്നൊരുക്കവുമില്ലാതെ ദേവസ്വം ബോർഡ് കാണിച്ചത് വളരെ നികൃഷ്ടമായ ഒരു പ്രവർത്തനമാണ്. ഇതിൽ നിന്ന് ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മേജർ ക്ഷേത്രമാണ് തിരുമുല്ലവാരം വിഷ്ണു ക്ഷേത്രം. ആ വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരാണ്. ഈ പറയപ്പെടുന്ന അവർക്ക് അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടാവാം, ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പറയപ്പെടുന്ന അവരുടെ വർഷത്തിലൊരിക്കൽ അവരുടെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പറയപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് ഒരു വല്ലാത്ത ഒരു സമീപനം. അത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളോടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ പുച്ഛത്തോടു കൂടി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു നയം തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൽ നിന്ന് അവിടുത്തെ CPMൻ്റെ കൗൺസിലർ ഉൾപ്പെടെ തിരുമുല്ലവാരത്തെ CPMൻ്റെ കൗൺസിലറും മറുപടി പറയേണ്ടതാണ്. കാരണം അവരിതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ആയി എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ജില്ലാ കളക്ടർ ചിന്തിക്കേണ്ടതായിരുന്നു, കമ്മീഷണർ ചിന്തിക്കേണ്ടതായിരുന്നു, അതിന് വിലയിരുത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കാതെ തന്നെ വന്ന 10,000-കണക്കിന് ആൾക്കാർ വന്നപ്പോൾ രാത്രിയായിട്ടും ബലിതർപ്പണം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഹിന്ദു ഐക്യവേദി വരും ദിവസങ്ങളിൽ കേരളം ഒട്ടുക്ക് ഇത്തരം ഒരു സംവിധാനത്തിലോടുകൂടി പ്രതിഷേധം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.